ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോക്ക് ഗിൽഗാൽ ആശ്വാസ പ്രവർത്തകരുടെ ഒരു നല്ലൊരു കാരുണ്യ പ്രവർത്തനത്തെ പറ്റിയാണ്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു തുണ്ട് കണ്ണു നനയാതെ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയില്ല. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ നമ്മൾ ഈ കാണുന്ന വീഡിയോ നടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം എവിടെയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കറിയാം. അപ്പോൾ നമുക്കെന്താ വീഡിയോ 15 വർഷമായി മാനസിക വിഭ്രാന്തി വന്ന ഒരു സ്ത്രീ, തിരുവല്ലയിലെ മോളിയാണ്. 15 വർഷമായി കുളിക്കുകയോ വസ്ത്രം മാറുകയോ ഒന്നുമില്ല, വസ്ത്രം പോലും ഇടാതെ അവരെ ഈ ഗിൽഗാൽ പ്രവർത്തകർ കാണാൻ ചെന്നപ്പോൾ, സംരക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീടിൻ്റെ റൂമിനകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിൽ 15 വർഷമായിട്ടുള്ള മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ആ റൂമിലുണ്ട്. കാല് വയ്ക്കാൻ പോലും സ്ഥലമില്ല. ഫുഡ് വേസ്റ്റുകൾ, ഈ പറയുന്ന മോളി എന്ന് പറയുന്ന ഈ മാനസിക വിഭ്രാന്തിയുള്ള ഈ ഒരു സ്ത്രീ ശരീരത്തിൽ ഒരു തുണി പോലും ധരിച്ചിട്ടില്ല. നമുക്കത് കാണുമ്പോൾ, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ മനസ്സിനൊരു വിഷമം, ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്ന് വരെ തോന്നിപ്പോവും. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വൃത്തിഹീനമായ ചുറ്റുപാട്, ആ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പാൻ പോലും കഴിയാത്തൊരവസ്ഥ. എങ്കിലും ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നു ചെന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ വാതിലിൽ കൂടി അകത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചവിട്ടാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ. അത്രമാത്രം ഫുഡ് വേസ്റ്റും മലമൂത്ര വിസർജനവും കൊണ്ട് നിറഞ്ഞ് വർഷങ്ങളായി ആ വീട് തൂത്തിട്ട് തുടച്ചിട്ട് അത് ചവിട്ടാൻ പറ്റാത്തതുപോലെ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്കത് കാണേണ്ടതായിട്ട് വന്നു. ആ മുറിക്കുള്ളിൽ കൂടി ഞങ്ങൾ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ കണ്ടത്. വളരെ ഹൃദയം തകർന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണേണ്ടി വന്നത്. ഒരു മനുഷ്യ ജീവിതം, ഒരു സഹോദരി 15 വർഷമായി അവൾ ആ മുറിയിൽ കഴിയുകയാണ്. അവൾ കുളിച്ചിട്ട് 15 വർഷമായി, അവൾ വസ്ത്രം ധരിച്ചിട്ട് 15 വർഷമായി. ഈ 15 വർഷമായിട്ട് അവളുടെ മലമൂത്ര വിസർജനവും അവൾ ഭക്ഷിച്ച ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ നിരന്നു കിടക്കുകയാണ്. ഈ പറയുന്ന ഗിൽഗാൽ ആശ്വാസ ഭവൻ പ്രവർത്തകർ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ശരിക്കും മാനസിക വിഭ്രാന്തി ആയതുകൊണ്ടാവൂല, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വസ്ത്രം ധരിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തേണ്ട സ്ഥലങ്ങളിൽ നടത്തും. അവർക്ക് ഇത് മാനസികമായി വയ്യാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. അത് 15 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു വിഷമം, ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, അന്യ ഭാഷക്കാരോ നാടോടികളോ അല്ലെങ്കിൽ ബംഗാളികളോ ഒന്നും അല്ല, അത് മലയാളി തന്നെയാണ്. ഈ പറയുന്ന തിരുവല്ല സ്വദേശിയാണ്. ആ വീടിന് ചുറ്റുമുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ബന്ധുക്കളോ, ഈ നാട്ടുകാർ എന്ന് പറയുന്നവർ ഇങ്ങനൊരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയില്ല. 2 ദിവസം തന്നെ നമ്മുടെ അയൽക്കാരെ കാണാണ്ടാവുമ്പോൾ 3-ാം ദിവസം അന്വേഷിക്കും, അല്ലേ? ഇപ്പം സ്ഥിരമൊക്കെ എന്നും സംസാരിക്കണവരാകുമ്പോൾ അയ്യോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് നമ്മളെ മനസ്സിലോട് വിചാരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കാണാണ്ടാകുമ്പോഴെങ്കിലും തിരക്കും. ഇതൊരു 15 വർഷമായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റാരും കടന്നു ചെന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ആലോചിക്കാൻ പോലും അവരുടെ അവസ്ഥ ദയനീയമായൊരവസ്ഥയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഈ നല്ല ഇത്തരത്തിലുള്ള ഗിൽഗാൽ പ്രവർത്തകരെ പോലുള്ള ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പോയി ഒരാൾ പോലും കടക്കാനോ തൊടാനോ ഒക്കെ വെറുക്കുന്ന, അറയ്ക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഈ ആളുകൾ ഉണ്ടായി അവരോട് ഇങ്ങനൊരു കാര്യമൊന്നും അറിയിച്ചിരുന്നെങ്കിൽ അവർ എപ്പോഴേ ഈ 15 വർഷം വരെ ഒന്നും വെയിറ്റ് ചെയ്യില്ലായിരുന്നു. അതുപോലും ഒന്നും അറിയിക്കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, മാനസികമായി വയ്യാത്തതാണ് എന്ന് അറിയിക്കാൻ പോലും ഇത്രയും കാലമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു സങ്കടം.
എവിടെയാണ് എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത്. അതുപോലെ ഈ റൂമിൽ ചെല്ലുമ്പോ മോളിയുടെ റൂമിലേക്ക് ആകെ വൃത്തികേടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഒരു വലിയൊരു പില്ലോ പോലെ ഒരു സാധനം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രവർത്തകരൊക്കെ ചെന്ന് എല്ലാം ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ അതൊരു പില്ലോ ആണെന്ന് വിചാരിച്ച അവർക്ക് അത് തെറ്റി. അത് മോളിയുടെ മുടി ജട പിടിച്ച് 15 വർഷമായിട്ടുള്ള മുടി വളരെ ലെങ്തി ആയിട്ട് ജട പിടിച്ച് ഇങ്ങനെ കട്ടയിട്ട് കിടക്കായിരുന്നു, ഒരു പില്ലോ കണക്കിന്. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അവളുടെ ജട നിറഞ്ഞ മുടി അത് ഏകദേശം ഒരു 4-4.5 അടി നീളത്തിൽ അത് ഇങ്ങനെ കിടക്കുകയാണ്. ആ മുടി നിറയെ ഭക്ഷണാവശിഷ്ടങ്ങളും മലമൂത്രവും ഒക്കെ നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥ. അതൊരു ജടയായിട്ട് കിടക്കുകയാണ്. അതിൽ അവൾ ഇരിക്കുന്നു, ചാരി വെച്ചിരിക്കുന്നു. അതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ ചുറ്റുപാടിലുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഒരു തിരുവല്ലയ്ക്ക് അടുത്തുള്ള സ്ഥലത്തെ ഒരു പെന്തക്കുസ്ത മതത്തിലുള്ള ഒരു സ്ത്രീയാണ് മോളി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗിൽഗാൽ പ്രവർത്തകര് അവിടെ എത്തുമ്പോൾ മോളി സംസാരിക്കുന്നുണ്ട്. മോളിക്ക് ആളുകൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണല്ലോ എന്തായാലും 15 വർഷമായിട്ട് ജീവനോട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ കൊടുക്കുന്ന ആളുകൾക്കറിയില്ലേ മോളി മാനസിക വിഭ്രാന്തി വന്നവരാണ്, മോളിക്ക് സ്വന്തമായിട്ടൊന്നും അറിവോടുകൂടി ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഫുഡ് ഈ പട്ടിക്കൊക്കെ എറിഞ്ഞു കൊടുക്കണ പോലെ എറിഞ്ഞു കൊടുത്തവര് പോയി കാണാം. ആരെങ്കിലും ഒരാൾ ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ, നമ്മൾക്ക് നോക്കാൻ സൗകര്യം ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് ഈ 15 വർഷം ഈ പാവത്തിനെ നിരയിക്കാൻ ഇങ്ങനെ വിടില്ല. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ആളുകൾ അറിയിച്ച് എന്നല്ലേ പല സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ അറിയിച്ചാൽ അവര് വന്ന് ഈ സേവനം ചെയ്യും. അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരാൻ അവർക്ക് പറ്റും. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലിന്റെ വിഭ്രാന്തി വന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആരുടെങ്കിലും വേണ്ടപ്പെട്ടവരുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചതിയിൽപ്പെട്ടത് താങ്ങാൻ പറ്റാതാവും, ജീവിക്കാൻ മുന്നിലേക്കൊരു വഴിയില്ലാതാവും, വേറെ ആരെങ്കിലും ഒക്കെ മാനസികമായി തളർത്തിയതാവും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാനസിക വിഭ്രാന്തി ഉണ്ടാവും. അപ്പൊ ഇതറിയുന്ന ആളുകൾ ഈ 15 വർഷത്തോളമൊക്കെ പിടിച്ചിരുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തകർക്ക് അവിടെ എത്താനുള്ള വൈകിയത്. അതോർത്തുള്ള വിഷമമാണ് അവർക്കുള്ളൂ. തങ്ങളിത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഈ പാവത്തിന് 15 വർഷമൊക്കെ മുന്നേ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ കൊണ്ടുപോയി ഒരു പക്ഷെ ചികിത്സിച്ച് ഭേദാക്കി വളരെ നോർമലായ ഒരു സ്ത്രീയായിട്ട് നമുക്ക് ഈ പറയുന്ന മോളി ചേച്ചിനെ കൊണ്ട് നടത്തിക്കാൻ കഴിയും. വേഗം കഴിഞ്ഞേനെ അല്ലെ. മോളി ചേച്ചി സംസാരിക്കുന്ന ആളാണ് അല്ലെ. ചിലപ്പോ ഒരു പക്ഷെ ഇവർക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവുമായിരുന്നില്ലായിരിക്കാം. കാരണം പിന്നീട് ഇങ്ങനെ നരകിച്ച് മാനസികമായി തന്നെ നമ്മൾ ഒറ്റപ്പെടുമ്പോ തന്നെ തോന്നൂലേ അങ്ങനെയാവുമ്പോ. അപ്പൊ തങ്ങൾ അവിടെ എത്താൻ വൈകിയല്ലോ ഇവരുടെ അവസ്ഥ കണ്ടിട്ട്, അതാണ് അവർക്ക് തോന്നിയത്. നമുക്ക് എല്ലാവരും ഉണ്ടാവാം, കുടുംബക്കാരുണ്ടാവാം, നമ്മുടെ സ്വന്തക്കാരുണ്ടാവാം, അയലക്കാരുണ്ടാവാം, കൂട്ടുകാരുണ്ടാവാം, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നമുക്ക് ചുറ്റുണ്ടാവും. പക്ഷേ ഒരു നാൾ ഇവരെല്ലാം നമ്മളെ വിട്ടു പോകും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ നാട്ടുകാരോ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇന്ന് ഇതുപോലുള്ള സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പല ജീവിതങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല, ഇന്നുള്ളവരാരും ഒരു പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ഒറ്റപ്പെട്ടു പോയി ആർക്കും ഇല്ലെങ്കിൽ അവര് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾക്കറിയാം. അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ തലയിലാവോ എന്നൊക്കെ വിചാരിച്ച് പറയാതെ
നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യണം. എന്തായാലും ഈ ഗിൽഗാൽ പ്രവർത്തകർ വൈകി അറിഞ്ഞെത്തിയതാണെങ്കിലും ഈ മോളി ചേച്ചീനെ ഈ ഒരു നരക ജീവിതത്തിൽ നിന്ന് 15 വർഷത്തെ നരക ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു മടക്കി കൊണ്ടുവരാൻ അവരുടെ ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഇവിടെ ഇത് നല്ലാണ് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. കണ്ട ഈ പറയുന്ന മോളി ചേച്ചീനെയും രണ്ടാമത് ഇവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഇവരുടെ ഒരു 10 ആളെയും കണ്ട് അവരുമായി ഒന്ന് ഇടപെട്ട് അവരുമായി ഒന്ന് സംസാരിച്ച് മോളിയായി സംസാരിക്കാൻ കുറച്ച് ആൾക്കാരും അവരുടെ ആ കരുതലും സ്നേഹവും മോളീനെ ക്ലീൻ ചെയ്ത് ആ മുടിയൊക്കെ വെട്ടി ഇത്രയും 15 വർഷത്തിന് ശേഷം ആ തലയിൽ എണ്ണയൊക്കെ പുരട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് കുടിക്കാനും കഴിക്കാനും എല്ലാം സമയത്തിന് കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു മോളി ചേച്ചിയുടെ മുഖത്ത് വന്ന ആ ഒരു തെളിച്ചം നമ്മൾ ആദ്യം കണ്ടത് ആഫ്റ്ററും ബിഫോറും നമുക്ക് ശരിക്കും മനസ്സിലാവും അല്ലെ. മാനസിക വിഭ്രാന്തി ഈ സ്ത്രീക്ക് ഉണ്ടോ എന്ന് പോലും തോന്നും അല്ലെ. ചിലപ്പോ ഇല്ലായിരിക്കാം. അങ്ങനെയാണ് ഒറ്റപ്പെട്ടപ്പോ അങ്ങനെ ആയില്ലോ. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും മറന്നുപോയി. ആരുമില്ലാതെ അങ്ങനെ ഒരു ഇരിപ്പ്. നമ്മൾ പറയില്ലേ ഭ്രാന്ത് മെന്റലി താളം തെറ്റവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ചെറിയൊരു ഷോക്കോ ഒരു സങ്കടമോ താങ്ങാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ മെന്റലി ഡിസോർഡർ ആവും ഇല്ലേ. അതിന് മുഴുഭ്രാന്ത് എന്ന് പറയില്ല. ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു താളം തെറ്റിലായിരിക്കും. ഈ 15 വർഷമായിട്ട് ഇത്തരത്തിൽ ആരും നോക്കാതെയും ശ്രദ്ധിക്കാതെയും ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായത്
എന്താണെങ്കിൽ അതുകൊണ്ടുള്ള ഒരു താളപ്പഴകാവും. ഇപ്പൊ മോള് ചേച്ചിനെ കണ്ട മോള് ചേച്ചി നോർമലി സംസാരിക്കണം, നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നു. മുടി കട്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ അത് തന്റെ മുടിയാണെന്നൊക്കെ ആൾക്കറിയാം. കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പൊ അവരുമായി സംസാരിച്ച് ജീവിതത്തിലേക്ക് ആ മോള് ചേച്ചി തിരിച്ചു വന്നു അല്ലെ. ഇത് ഇങ്ങനെയുള്ള മോള് ചേച്ചിമാര് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോണതാവും. ഇവർക്ക് ബന്ധുക്കളുണ്ട്, ആരില്ലാത്തൊരു സ്ത്രീയല്ല മോള് ചേച്ചി. ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുമില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരില്ലാതെ ഒറ്റപ്പെടുന്നവരുണ്ട് ജീവിതത്തിൽ. നാളെ നമുക്ക് ഇതും വരാം, ഷുവറായിട്ടും വരുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ആർക്കും വരാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതുപോലൊരു വ്യക്തിയെ നമ്മൾ പറ്റി അറിഞ്ഞാൽ ഉടനടി അവരെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അറിയിക്കുന്നവരെ അറിയിച്ചാൽ അവരെ സംരക്ഷിക്കാനുള്ള ആളുകൾ എത്തും. എത്രയും നേരത്തെ അവരെത്തിച്ചോ അത്രയും നേരത്തെ ജീവിതം അവരുടെ ബെറ്റർ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. അതും നമ്മളൊരു നന്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് നമുക്കൊന്നും ഒരു പക്ഷെ കുടുംബങ്ങളായി കഴിയുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഒരു നാവ് കൊണ്ട് ഒരു അറിയിപ്പ് കൊണ്ട് ഇതുപോലെ ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, കാശ് കൊണ്ട് മാത്രമല്ലല്ലോ നന്മ ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അല്ലെ, ഒരു സന്തോഷം പിന്നീട് ജീവിതത്തിൽ കിട്ടുമെങ്കിൽ നമുക്ക് അതും നമ്മൾ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മോള് ചേച്ചിമാര് ഇതുപോലെ 15 വർഷത്തോളമൊക്കെ ഇങ്ങനെ നരകിക്കാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരാണെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലോ എല്ലാം അറിയിക്കുക. നാട്ടുകാരുടെ സാന്നിധ്യത്തിലും പോലീസുകാരുടെ സാന്നിധ്യത്തിലും പഞ്ചായത്ത് മെമ്പറിന്റെയും വേണ്ടപ്പെട്ട അധികാരികളുടെ സ്ഥാനത്തിലാണ് ഈ ഗിൽഗാൽ ആശ്വാസ പ്രവർത്തകർ ഈ മോള് ചേച്ചിനെ ഏറ്റെടുത്ത് ഈ ഒരു സേവനം ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് സേവനം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഒരു നന്മ പ്രവൃത്തിയിലൂടെ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടി കൂട്ടും ടോക്സ്. ബൈ.